ഏപ്രിൽ 30-ാം തീയതി അക്ഷയ തൃതീയ. അതേ ദിവസം 5 രാശിക്കാരിൽ ഗജകേസരി യോഗം രൂപപ്പെടുന്നുണ്ട്. വ്യാഴം, ചന്ദ്രൻ എന്നിവ ഇടവത്തിൽ ഒന്നിക്കുകയും ഗജകേസരി യോഗം ഉണ്ടാവുകയും മീനത്തിൽ ശുക്രനും ബുധനും ഒന്നിച്ച് ലക്ഷ്മി നാരായണ രാജയോഗവും രൂപപ്പെടും. ഇതിന്റെ ഫലമായിട്ട് 5 രാശിക്കാർക്ക് സൗഭാഗ്യം ആകർഷിക്കുവാനുള്ള സാധ്യതകൾ തെളിയുകയാണ്. അക്ഷയ തൃതീയ മുതൽ നേട്ടമുണ്ടാകുന്ന രാശികളിൽ ആദ്യത്തേത് മിഥുനമാണ്. ഇതിൽ മകയിരം 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർതം ആദ്യ പാദം. സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ കുറയുന്ന സമയമായിരിക്കും. തൊഴിലവസരങ്ങൾ എത്തിച്ചേരും. ഏൽപ്പിച്ച ജോലികൾ സമയോചിതമായിട്ട് പൂർത്തിയാക്കാനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. അടുത്തത് ചിങ്ങം രാശിയാണ്. അതിൽ മകം, പൂരം, ഉത്തരം ആദ്യ പാദം. ഇത്രയും നക്ഷത്രക്കാർക്ക് സൗഭാഗ്യകാലമാണ്. ദീർഘകാലമായിട്ട് മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയം. അലസതയും മടിയും ഒക്കെ മാറ്റി വളരെ ഉത്സാഹത്തോടെ മികച്ച പ്രവർത്തനം നടത്താനും ലക്ഷ്യത്തിലേക്ക് എത്താനുമുള്ള ശ്രമങ്ങൾ നടത്താൻ പോവുകയാണ്. വാഹനം വാങ്ങാനുള്ള യോഗം, മുതിർന്നവരിൽ നിന്നും അനുഗ്രഹവും അംഗീകാരവും ഒക്കെ നേടാനും സാധിക്കും. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര 3-4 പാദം, ചോതി, വിശാഖം 1 മുതൽ 3 വരെ പാദങ്ങൾ. ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിലനിർത്താനായിട്ട് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ജീവിത നിലവാരം മെച്ചപ്പെടും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ വീടിനായിട്ടോ അല്ലെങ്കിൽ ഭൂമിക്കായിട്ടോ ഒക്കെയുള്ള തുടക്കം കുറിക്കും. അതല്ലെങ്കിൽ വീട് പണി നടക്കുകയാണെങ്കിൽ, നിർത്തിവെച്ചിരിക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിലാക്കാനായിട്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നു ചേരും. കുടുംബത്തിൽ സ്നേഹം നിലനിർത്തുകയും ചെയ്യും. അടുത്തതായിട്ട് മീനം രാശിയാണ്. ഇതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനുള്ള യോഗമുണ്ട്. സാഹചര്യങ്ങൾ എല്ലാം കൊണ്ടും അനുകൂലമാകുന്ന സമയങ്ങളാണ്. ജോലിക്കായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. വിവാഹ ആലോചനകൾ അനുകൂലമാവും. ആഗ്രഹിച്ച രീതിയിൽ നടക്കാനായിട്ട് സാധ്യത. കുടുംബത്തിൽ തന്നെ സന്തോഷം നിലനിർത്താനും പല ഉത്തരവാദിത്തങ്ങളും സന്തോഷത്തോടെ ഏറ്റെടുത്ത് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ തീർക്കാനും ഇടവരുത്തും. അടുത്തതായി ഇടവം രാശിയാണ്. ഇതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ കാർത്തിക 2 മുതൽ 4 വരെ പാദങ്ങൾ, രോഹിണി, മകയിരം 1-2 പാദം. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ കുറയാനുള്ള സാധ്യതകളാണ്. ജീവിതത്തിലും ആഗ്രഹിച്ച മേഖലയിലെല്ലാം തന്നെ വിജയങ്ങൾ കൈവരുത്തുവാനും അതുവഴി നേട്ടങ്ങൾ, സാമ്പത്തികമായിട്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്.